السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول رب العالمين وعلى آله وأصحابه أجمعين، أما بعد فاتقوا الله عباد الله. وعن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم التقوى ഹാഹുന റവാഹുൽ ബുഖാരി. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു അനുവദിച്ച ആയുസ് വരെ നാം ഇവിടെ ജീവിക്കുമ്പോൾ തഖ്വ നിലനിർത്തി ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്. പ്രിയമുള്ളവൻ, ഉളഹിയത്തുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് നാം കേൾക്കുന്നത്. അതിന്റെ രണ്ടാമത്തെ ഭാഗം, ഉളഹിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തഖ്വയാണ്. നമ്മൾ വാങ്ങുന്ന മൃഗത്തിന് ഇന്ന ന്യൂനതകൾ ഉണ്ടാകാൻ പാടില്ല എന്നത് പ്രവാചക ഹദീസാണ്. പക്ഷേ ആ മൃഗത്തിന്റെ ഭംഗിയിലല്ല നാം ആ ഉളഹിയത്ത് ചെയ്യുന്ന തഖ്വ എന്ന ഭംഗിയാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. എല്ലാ കർമ്മവും അങ്ങനെയാണ്. സൂറത്തുൽ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞ സ്ഥലങ്ങളിൽ അള്ളാഹു ഏറ്റവും പ്രാധാന്യത്തോട് പറഞ്ഞ തഖ്വയാണ്. നോമ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വചനങ്ങളിൽ അവസാനം കൊണ്ട് അവസാനിപ്പിച്ചത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. എന്താണ് ഈ തഖ്വ എന്ന് പറയുക? അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഒന്നുകൂടി വിശദീകരിച്ചാൽ, നമ്മുടെ ലക്ഷ്യമായി വരേണ്ടത് ഞാൻ ഉളഹിയത്ത് ചെയ്യുന്നത് എന്റെ റബ്ബ് പറഞ്ഞിട്ടാണ്. അത്രയേ ഉള്ളൂ. എനിക്ക് പൈസ ഉണ്ടായത് കൊണ്ടോ ഞാൻ കഴിഞ്ഞ വർഷം കൊടുത്തത് കൊണ്ടോ അതുമല്ല. അതൊന്നും ചിന്തിക്കരുത്. ഞാൻ കഴിഞ്ഞ വർഷം കൊടുത്തു, അതുകൊണ്ട് ഈ വർഷമല്ല. അതൊക്കെ അല്ലാഹുവിന്റെ തൗഫീഖാണ്. വീണ്ടും വീണ്ടും കൊടുക്കാൻ പറ്റുക എന്ന തൗഫീഖാണത്. അല്ല, എന്റെ പൈസ ഉണ്ട്, ഞാൻ നേരത്തെ മൃഗത്തെ വാങ്ങിച്ചു തീർത്തല്ല, അതൊന്നുമല്ല. പിന്നെ ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ, അതാണ് കാരണം. നീ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക, നീ നിന്റെ റബ്ബിന് വേണ്ടി ബലിയിറക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് തഖ്വയുടെ ലക്ഷ്യം. പിന്നെ അതിന്റെ ആദർശപരമായ തൗഹീദുമായി ബന്ധപ്പെടുത്തേണ്ടത്, ഞാൻ എന്റെ റബ്ബിന് വേണ്ടി മാത്രമേ ബലിയറക്കൂ, അല്ലാഹ് അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ബലിയറക്കില്ല. ഈ തീരുമാനമാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂടുമ്പോഴാണ് നമ്മുടെ ഉളഹിയത്തിൽ തഖ്വ കടന്നു വരുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ മാംസം അല്ലാഹുവിലേക്ക് എത്തില്ല. അതെന്ത് ചെയ്യണം? നിങ്ങൾ കഴിക്കണം, പാവങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ കഴിക്കണം. ഉളഹിയത്തിന്റെ മാംസത്തിൽ നിന്ന് നമ്മൾ കഴിക്കണം. ഖുർആന്റെ കൽപ്പന എങ്ങനെയാണ്? ഫഖീർ, സാധുക്കളായ ആളുകൾക്ക് നിങ്ങൾ അത് ഭക്ഷിപ്പിക്കണം, കൊടുക്കണം. അതങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ രക്തമുണ്ടല്ലോ, അത് ഭൂമി കുടിക്കും പ്രകൃതിപരമായി. നിങ്ങൾ അതിനുവേണ്ടി സഹിച്ച ത്യാഗം, ചെലവഴിച്ച സമ്പത്ത്, ആ മൃഗത്തെ നിങ്ങൾ പരിപാലിച്ചത്, ആ മൃഗത്തെ നിങ്ങൾ അറുക്കാൻ വേണ്ടിയുള്ള സംവിധാനം, തീർന്നില്ല. അതിനേക്കാൾ ത്യാഗമാണ് ഇത് അർഹതപ്പെട്ട വീടുകളിലേക്ക് എത്തിക്കുക എന്നത്. മറ്റെല്ലാം മാറ്റിവെച്ചു നിങ്ങൾ ചെയ്തില്ലേ? ആ തഖ്വയാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം ഉളഹിയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി വേണ്ടത് തഖ്വയാണ്. എന്റെ റബ്ബ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്, എന്റെ റബ്ബിന് വേണ്ടിയാണ് ചെയ്യുന്നത്, എന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാകണം ഈ കർമ്മത്തിലേക്ക് നീങ്ങേണ്ടത്. റഹ്മാനായ റബ്ബ് ആ രൂപത്തിൽ തന്നെ
കർമ്മങ്ങൾ നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഗഫൂർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.